രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പറഞ്ഞത് കേട്ടില്ലേ? നരേന്ദ്രമോദി സർക്കാർ ഏകലവ്യൻ്റെ വിരൽ മുറിച്ചെടുത്ത ദ്രോണരെ പോലെയാണ് എന്ന്. പുരാണം അറിയാമോ രാഹുൽ ഗാന്ധിക്ക്? ഏകലവ്യൻ്റെ വിരൽ ദ്രോണർ മുറിച്ചെടുത്തോ? ഇല്ലല്ലോ. അതായത് സാധാരണ ഒരു കാര്യവും അറിയുന്ന ആളല്ല, ബാലബുദ്ധി തന്നെയാണത്. അല്ല, 6-7 വയസ്സുള്ള യുവാവ് തണുപ്പുണ്ടായപ്പോൾ വെളുപ്പിന് 4 മണിക്ക് തപസ്യയ്ക്ക് പോയി. തപസ്യ എന്ന് പറഞ്ഞാൽ ശരീരം ചൂടാക്കാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില ഫോട്ടോകൾ വരുന്നുണ്ട്. തപസ്യ എന്ന പേരിൽ ഇന്തോനേഷ്യയിൽ ഒരു മസാജിങ് സെൻ്ററുണ്ട്. ശരീരം ചൂടാക്കാൻ അവിടെ പോയുള്ള ശീലം കൊണ്ടായിരിക്കും തപസ്യയ്ക്ക് പോയി. ബാങ്കോക്കിലൊക്കെ സ്ഥിരം പോകും. ബാങ്കോക്കിൽ ഇന്തോനേഷ്യയില്ല, ബാങ്കോക്കിലെ ഒരു മസാജിങ് സെൻ്ററിൻ്റെ ഫേമസ് ആയിട്ടുള്ള മസാജിങ് സെൻ്ററിൻ്റെ പേരാണ് തപസ്യ. ആ ഓർമ്മയാണ് പട്ടായ ബീച്ച്, പട്ടായ, ഇതൊക്കെ അല്ലേ. സത്യത്തിൽ ഈ നമ്മുടെ ഇതിഹാസങ്ങൾ ധർമാധർമ്മ വിചാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത്. ഈ ആരെ അവതരിപ്പിക്കുമ്പോഴും അവരുടേതായ മറ്റ് ഷെയ്ഡ്സുകൾ കൂടി ഈ ഇതിഹാസങ്ങളിൽ ഉണ്ടാവും. ഇപ്പം ശ്രീരാമന് ഒരു പൂർണ്ണ പുരുഷനായിട്ടൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ കുറവുകളും കുറ്റങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അവരുടേതായ ചില ചെയ്തികൾ കൊണ്ട് ചില ദുരന്തങ്ങൾ അവരുടെയൊക്കെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നു. അല്ല, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അവസാനം സരയൂ നദിയിലേക്ക് ഇറങ്ങി ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. വേണമെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയാം. അതെ, അങ്ങനെയും പറയാം. മറ്റേ ജലസമാധി എന്നൊക്കെ പറയാം. എങ്ങനെ വേണമെങ്കിലും നദിയിലേക്ക് ഇറങ്ങി അപ്രത്യക്ഷനായി പോവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റ് ഈ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പലതും പഠിക്കാൻ വേണ്ടി കുറേ സംഗതികൾ ഇങ്ങനെ എഴുതി വെക്കുന്നതാണ്. ഈ ധർമാധർമ്മ വിചാരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കഥയാണ് ഏകലവ്യൻ്റേത്. അപ്പോൾ ഏകലവ്യന് ഈ പെരുവിരൽ ഗുരുദക്ഷിണ ആ കഥയ്ക്ക് മുമ്പ് ഏകലവ്യനുണ്ടല്ലോ, പിൻപും ഏകലവ്യനുണ്ട്. ഏകലവ്യൻ പെരുവിരൽ ഛേദിച്ചു ഗുരുദക്ഷിണ കൊടുത്തത് കൊണ്ട് ഏകലവ്യന് ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു കുഴപ്പമുണ്ടായി. അതെ, അനുഗ്രഹം കിട്ടി. പെരുവിരലില്ലെങ്കിലും ശസ്ത്രാദികൾ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള അനുഗ്രഹം കിട്ടി എന്നാണ് എൻ്റെ ഓർമ്മ. ഭീൽ ഗോത്രവർഗക്കാരില്ലേ, അവര് ഇത് മാതൃകയാക്കിയിട്ട് അവര് ഇത് എയ്യുമ്പോൾ ഈ പെരുവിരൽ ഉപയോഗിക്കാറേയില്ല. പെരുവിരൽ മടക്കി വെച്ചിട്ടാണ്. പെരുവിരലിന്റെ ആവശ്യമില്ല ഈ അമ്പയത്തിന്. അത് നല്ല വൈദഗ്ധ്യമുള്ള ആളുകൾക്ക് ഇതിന്റെ ആവശ്യമേ ഇല്ല. പെരുവിരൽ ഉണ്ടെങ്കിലേ ഇതയക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് വെറും അന്ധവിശ്വാസമാണ്. അത് ഈ പറഞ്ഞ ഈ ടൂൾ കിറ്റ് പാർട്ടികൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഈ ബ്രാഹ്മിൻ ഹെജ്മണി എന്നൊക്കെ പറയാൻ. അവിടെ ഒരു കാര്യം ആദ്യമേ പറയട്ടെ. ഈ മഹാഭാരതത്തിൽ പറയുന്ന ഈ ദ്രോണൻ നീച ബ്രാഹ്മണൻ ആണ്. എന്താന്ന് വെച്ചാൽ ബ്രാഹ്മണരുടെ പരിപാടി അവരുടെ ആശ്രമത്തിലിരിക്കുക, അങ്ങോട്ട് ചെല്ലുന്ന ആളുകൾക്ക് ഈ വേദാദികൾ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക, വേദങ്ങളും പുരാണങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ധനുർവിദ്യ ബ്രാഹ്മണരുടെ പരിപാടിയല്ല. അമ്പെയ്ത്ത് പരിപാടി, ആർച്ചർ ഈ പരിപാടിയൊക്കെ ഈ വെടിവയ്പ്പും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ രാഹുൽ ഗാന്ധി. ഇതൊന്നും ഇവര് പഠിപ്പിക്കുന്ന പരിപാടിയല്ല. ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഹസ്തിനപുരിയിലെ കൊട്ടാരത്തിലേക്ക് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് പ്രതിഫലം വാങ്ങിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അതും ബ്രാഹ്മണ വിരുദ്ധമാണ്. പ്രതിഫലം എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. ഒരു ദക്ഷിണ മാത്രമേ ഉള്ളൂ. പിച്ചതണ്ടിയാണ് സാധാരണഗതിയിൽ ജീവിക്കുക അവിടെ ഇവിടെയൊക്കെ പോയിട്ട്. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് ജാതിയൊന്നുമുള്ള കാലഘട്ടമല്ല ഈ മഹാഭാരതമൊക്കെ ശരിക്കും നോക്കിയാൽ ഇതിൽ തന്നെ വളരെ വ്യക്തമാണ് ഏകലവ്യൻ ആരാണെന്നുള്ളത്. ഹിരണ്യധനു എന്ന് പറഞ്ഞ നിഷാദ രാജാവിൻ്റെ മകനായിട്ടാണ് ഏകലവ്യൻ വളരുന്നത്. പക്ഷെ ഹിരണ്യധനുവിൻ്റെ മകനല്ല ഏകലവ്യൻ. അദ്ദേഹത്തിന് ഒരു കുട്ടിയെ കിട്ടിയിട്ട് അദ്ദേഹം ഹിരണ്യധനു വളർത്തുന്നതാണ്. കൃഷ്ണന്റെ അച്ഛൻ വസുദേവരുണ്ടല്ലോ, വസുദേവരുടെ സഹോദരൻ ദേവസ്രവന്റെ മകനാണ് ഏകലവ്യൻ. ദേവസ്രവന് ഒരു ഇന്ന് നമുക്ക് വേണമെങ്കിൽ ദലിത് എന്നൊക്കെ പറയാം. ഈ കാട്ടുരാജ് അവിടുത്തെ ജാതിയിലുള്ള ഒരു സ്ത്രീയിൽ ഉണ്ടായ നമ്മുടെ ഘടോൽക്കജനെ പോലെ കുട്ടിയാണ് ഈ പറഞ്ഞ പോലെ. അതെ,
അപ്പോൾ അത് ആ കുടുംബം അന്ന് ഏറ്റെടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട കുട്ടിയെ ഹിരണ്യധ്വനും എടുത്ത് വളർത്തുന്നതാണ്. അങ്ങനെയാണ് നിഷാദ രാജ്യത്ത് ഏകലവ്യൻ വളരുന്നത്. ഏകലവ്യൻ എന്ന് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് അഭിദ്യുമ്നൻ. അഭിദ്യുമ്നൻ അതധികം കേട്ടിട്ടില്ല. അഭിദ്യുമ്നൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അമ്മയുടെ പേര് സുലേഖ എന്നുമാണ്. ഇന്നത്തെ പ്രയാഗ്രാജ്, അയോധ്യ ഭാഗത്തൊക്കെയുള്ള ശൃംഗവേരപുര രാജാവ് ഒക്കെ ആയിരുന്നതാണ്. ഏകലവ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിരല് പോയോണ്ടൊന്നും പേര് വരുന്നതല്ല. അയാൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നല്ല അമ്പെയ്ത്തുകാരനാവണം. ഈ ഒറ്റ ലക്ഷ്യം, അതാണ് ഏകലവ്യൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഈ ഇനിയിപ്പം മറ്റേ ദ്രോണരുടെ പ്രശസ്തമായ ദ്രോണരും ഏകലവ്യനുമായിട്ടുള്ള പ്രശസ്തമായ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ്രോണര് ഇയാളെ ശിഷ്യനായിട്ട് പഠിപ്പിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ വിസമ്മതിച്ചു. അത് ദ്രോണര് വിസമ്മതിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളി നിഷാദ രാജ്യത്തിലുള്ള ആളായതുകൊണ്ട്, ജാതി ബ്രാഹ്മൺ ഹെജിമണി കൊണ്ടല്ല ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ ജോലി രാജകുമാരന്മാരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. രാജകുമാരന്മാരെ പഠിപ്പിക്കാൻ എക്സ്ക്ലൂസീവായിട്ട് വന്നിരിക്കുന്നതാണ്. അതിന് പ്രതിഫലം മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. അക്കൂട്ടത്തെ വേറെ ആളെ പഠിപ്പിക്കാൻ പറ്റില്ല. സിമ്പിൾ. നമ്മുടെ വീട്ടിൽ നമ്മളൊരു ട്യൂഷൻ മാസ്റ്ററെ വിളിച്ച് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. അയൽവക്കത്തിൽ ഒരു കുട്ടിയുണ്ട്, അതിനും കൂടെ ആ കുട്ടിയെ കൂടെ ഈ ഗുരു പഠിപ്പിക്കണം, ഇക്കൂട്ടത്തിലിരുത്തി പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിപ്പിച്ച ഞാൻ സമ്മതിക്കണം, അല്ലേ? ഒരു കുട്ടി ഉണ്ടല്ലോ, സുനിലും കൂടി ആ ട്യൂഷൻ ഫീസും കൂടി കൊടുക്കണം. കാരണം അല്ല, എൻ്റെ സമ്മതം വേണം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് അധ്യാപകനെ രാമേന്ദ്രൻ സാറിനെ എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. എക്സ്ക്ലൂസീവ് അവർക്കുള്ള ടൈമാണ്. അക്കൂട്ടത്തിൽ വേറൊരു കുട്ടിയെ ഇരുത്തി പഠിപ്പിക്കണമെങ്കിൽ എൻ്റെ സമ്മതം വേണം. ഇതിൻ്റെ അകത്ത് പ്രതിഫലത്തിൻ്റെ കാര്യം ശരിക്കും ഊന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ മറ്റേ ബ്രാഹ്മണനാണല്ലോ, നീചബ്രാഹ്മണൻ. ഇയാൾ പ്രതിഫലം മേടിച്ചിട്ട് മാത്രമേ പഠിപ്പിക്കുള്ളൂ. പുള്ളിക്ക് സൗജന്യ സേവനം ഇല്ല. അപ്പൊ ഇവൻ വന്നു കഴിഞ്ഞാൽ പൈസ കൊടുക്കില്ല. ഒന്ന്. രണ്ടാമത്തത് പാണ്ഡവർ വിളിച്ചിരിക്കുക, പാണ്ഡവരുടെ സമ്മതം വരണം അവരുടെ കുട്ടികളെ കൂടി ഇരുന്ന് പഠിപ്പിക്കാൻ. അങ്ങനെ ഒരുപാട് ഉത്തരവുകൾ പല സ്ഥലത്തു നിന്നും വരണം. ഇയാളാണെങ്കിൽ അപൂർവമായിട്ട് ഇയാളെ കിട്ടുന്നതാണ് ധനുർവിദ്യ പഠിപ്പിക്കാനായിട്ട്. അപ്പൊ രാജകുമാരന്മാരെ, പാണ്ഡവന്മാരും കൗരന്മാരും ഇയാളെ പഠിപ്പിക്കുന്നത്. അവസാനം കൗരന്മാരുടെ കൂടെ ആണ് ചേരുന്നത്. അപ്പോ അന്ന് സഹോദരൻ ദേവസ്രവന്റെ മകൻ അപ്പോൾ കൃഷ്ണന്റെ കുടുംബത്തിൽ തന്നെയുള്ള അംഗമാണ് സത്യത്തില്. കൃഷ്ണനാണ് അവസാനം കൊല്ലുന്നത്. എങ്കിലും ഈ സന്യാസിമാര് ഇവന് ഇരുളടഞ്ഞ ഭാവി ഒക്കെ പ്രവചിച്ചിരുന്നതാണ് ഇയാൾക്ക്. അപ്പോൾ അതുകൊണ്ട് കാട്ടിൽ വളരുകയാണ്. ഉദ്യോഗപർവം, ദ്രോണപർവം തുടങ്ങിയ മഹാഭാരതത്തിലെ പർവ്വങ്ങളിലാണ് ഈ കഥ പറയുന്നത്. ഏകലവ്യന്റെ വധം വിശദമായിട്ട് മഹാഭാരതത്തിലില്ല. അപ്പോൾ ഏകലവ്യനെ ഇതൊന്നും ബാധിച്ചില്ല. ഈ നിരസിച്ചതിൻ്റെ കഥ നമ്മൾ പറഞ്ഞു. നിരസിക്കുന്ന ഭാഗത്ത് വേറൊരു സംഗതിയും കൂടിയുണ്ട്. ഈ രാജകുമാരന്മാരിൽ തന്നെ അർജുനനെയാണ് ദ്രോണർക്ക് പ്രിയം. അപ്പോൾ അർജുനനും, പ്രത്യേകിച്ച് അർജുനന് ഒരു ശത്രു, ഒരു കോമ്പറ്റീറ്റർ ഉണ്ടാകാൻ പാടില്ല. ട്യൂഷൻ മാസ്റ്ററുടെ ലക്ഷ്യമാണ്. ഈ അമ്പയത്തിൽ ഇവനെ വെല്ലുന്ന ഒരാൾ. കാരണം ഇവൻ ചെയ്തു വെച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഇവരൊരിക്കൽ വേട്ടയ്ക്ക് പോകണം. ഈ പാണ്ഡവന്മാരും ദ്രോണരും ഒക്കെ ആയിട്ട് വേട്ടയ്ക്ക് പോകണം. അപ്പൊ അവരുടെ കുരയ്ക്കുന്ന പട്ടി മുമ്പിലുണ്ട്. പെട്ടെന്ന് പട്ടി കുര നിർത്തി. എന്താന്ന് നോക്കുമ്പോൾ വായ നിറച്ചു അമ്പാണ്. പട്ടിക്ക് വേറെ മുറിവൊന്നും ഏറ്റിട്ടില്ല ഒരു സ്ഥലത്തും. അപ്പൊ ഇത്രയും പ്രാഗൽഭ്യത്തോടുകൂടി ആരാണിത് ചെയ്തതെന്ന് നോക്കുമ്പോഴാണ് ഏകലവ്യൻ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോഴാണ് ഈ ഗുരുദക്ഷിണയുടെയും പെരുവിരലിൻ്റെയും. അപ്പോൾ ആ പെരുവിരലിൻ്റെ കഥയിലുള്ളത് തന്നെ ഈ കോമ്പറ്റീറ്റർ തൻ്റെ ശിഷ്യനും ഉണ്ടാകരുത്. കാരണം നല്ല ഇയാൾ നല്ല ഗുരു ആവുള്ളൂ. ഇയാളുടെ ശിഷ്യൻ കേമനായാലേ പിന്നെയും ഇയാൾക്ക് പഠിപ്പിക്കാനായിട്ട് ശിഷ്യന്മാരെ കിട്ടുള്ളൂ, 4 ചക്രം കിട്ടുള്ളൂ. അപ്പോൾ ആ ബുദ്ധിയാണ് അതിൻ്റെ അകത്തൊക്കെ പ്രവർത്തിച്ചിരിക്കുന്നത്. അതല്ലാത്ത സംഭവങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല. ഇനി ഈ
ബിൽ സമുദായക്കാർ ഇപ്പോഴും ഇത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഏകലവ്യന് ഇതിന് ശേഷവും ഗംഭീര അമ്പെയ്ത്തുകാരനാവുകയാണ് ചെയ്തത്. അതെ. കാരണം നമ്മളിത് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. കാരണം ഇത് ഈ 4 വിരലില്ല അമ്പെയ്യാനുള്ള പ്രാവീണ്യം കിടക്കുന്നത്. ഇതിലേതെങ്കിലും വിരലായിരുന്നെങ്കിൽ പറ്റിപ്പോയേനെ, ബലം കിട്ടില്ലായിരുന്നു. അപ്പോൾ ശിശുപാലൻ, ജരാസന്ധൻ എന്നിവരുടെ സഹായിയാണ് ഈ ഹിരണ്യധനു, നിഷാദ രാജാവ്. ഈ നിഷാദ പുത്രി സുനിതയാണ് അയാളുടെ ഭാര്യ, ഈ ഹിരണ്യധനുവിൻ്റെ ഭാര്യ. മകൻ കേതുമാൻ എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു മകൻ ഉണ്ട്. ഈ എടുത്തു വളർത്തിയതാണല്ലോ ഏകലവ്യനെ. ഇവരെല്ലാവരും കൗരവ ഭാഗത്താണ്. കേതുമാനെ കൊല്ലുന്നത് ഭീമനാണ്, ഇയാളുടെ മകനെ. ഈ ഏകലവ്യനെ പ്രത്യേകം ഞാൻ മഹാഭാരതം വായിക്കുമ്പോൾ മനഃപൂർവ്വം നോക്കിയിട്ടുണ്ട്. ഈ കൃഷ്ണനുമായിട്ടുള്ള ബന്ധം കൊണ്ട്, കൃഷ്ണൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ മകനാണ് എന്നുള്ളത് കൊണ്ട് എവിടെയൊക്കെ ഏകലവ്യൻ വരുന്നുണ്ട് മഹാഭാരതത്തിൽ എന്നുള്ളത് നോക്കിയിട്ടുണ്ട്. ഈ സുഭദ്രാഹരണം ഉണ്ടല്ലോ, സുഭദ്രാഹരണമൊക്കെ വരുമ്പോൾ കൃഷ്ണന്റെ വിരുദ്ധപക്ഷത്ത് ഏകലവ്യനുണ്ട്. ഏകലവ്യൻ ആ സമയത്തൊക്കെ ഇയാൾ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കാണും. ജരാസന്ധൻ കൃഷ്ണന്റെ ശത്രുവാണല്ലോ നിരന്തരം. ജരാസന്ധന്റെ കൂടെയാണ് ഈ ഏകലവ്യനും അച്ഛനും എപ്പോഴും ഉണ്ടാവുക. മഗധരാജാവാണ് ജരാസന്ധൻ. ജരാസന്ധന്റെ സൈന്യാധിപനാണ് ഹിരണ്യധനു. അപ്പൊ ജരാസന്ധന്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ, കൃഷ്ണന്റെ ശത്രുപക്ഷത്ത്. മധുര പലതവണ ആക്രമിച്ചു ഹിരണ്യധനു. എന്ന് പറഞ്ഞാൽ ഏകലവ്യന്റെ കുടുംബം കൃഷ്ണന്റെ പക്ഷത്താണ്, കൃഷ്ണൻ വിരുദ്ധ പക്ഷത്താണ്. മധുര ആക്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് കൃഷ്ണൻ ഇയാളെ ഏകലവ്യന്റെ കൊലപാതകം വലുതായിട്ട് വിശദീകരിക്കുന്നില്ല. യുദ്ധത്തിൽ കൗരവപക്ഷത്ത് കൊന്ന അനവധി ഈ ജനറൽമാരുടെ പേര് പറയുമല്ലോ, സൈന്യാധിപന്മാരുടെ, ആ കൂട്ടത്തില് ഒരാള് ഏകലവ്യന്റെ പേര് പറഞ്ഞു. വിരല് മുറിച്ചത് കൊണ്ട് പഠിച്ച വിദ്യകൾ ഉപയോഗപ്പെടുത്താതെ കാട്ടാളനായ ഏകലവ്യൻ ഒന്നുമല്ലാതായി തീർന്നു എന്നൊക്കെയാണ് ഒരു നെറേറ്റീവ്. അങ്ങനെയല്ല. മഹാഭാരത യുദ്ധത്തിലുണ്ട്. മഹാഭാരത പക്ഷത്തെ ഒരു ജനറലായിരുന്നു. സുഭദ്രാഹരണത്തില് അവസാനം വിരുദ്ധ പക്ഷത്തുണ്ട്. മധുര ആക്രമണം. അതെ, ഏകലവ്യൻ ഒന്നും ഇല്ലാതായി മാറി എന്നുള്ള പച്ചക്കള്ളം അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്ത് ധർമ്മത്തിൻ്റെ ഒരു സംഭവം, അതായത് ഈ ദ്രോണരുടെ പ്രതിമ വെച്ചിട്ടാണല്ലോ പഠിക്കുന്നത്. ഇദ്ദേഹം ശിഷ്യനായിട്ട് വിളിക്കാത്തത് കൊണ്ട് സാധാരണഗതിയിൽ പഠിപ്പിക്കുമ്പോൾ ഒരു ഗുരുപക്ഷത്ത് നിന്നാവുമ്പോൾ ഈ വിദ്യ മാത്രമല്ല പഠിക്കുന്നത്, എത്തിക്സും കൂടി പഠിക്കും ഗുരുവിൻ്റെ അടുത്തുനിന്ന്. ഇയാൾക്ക് ഈ ഗുരുവിൻ്റെ സാന്നിധ്യം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ധാർമ്മികത പഠിച്ചില്ല. അതുകൊണ്ടാണ് അധർമ്മത്തിൻ്റെ പക്ഷത്താണ് ഏകലവ്യൻ്റെ അച്ഛനും എല്ലാ കാലത്തും നിന്നത്, ജരാസന്ധൻ്റെ കൂടെ. ജരാസന്ധൻ ആരാണെന്ന് ഈ ബ്രാഹ്മിൻ ഹെജിമണി പറയുന്ന ആളുകളൊക്കെ ആലോചിച്ചാൽ മതി. മറ്റേ ഇതിൻ്റെ ഏതായാലും രാഹുൽ ഗാന്ധിയെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയൊക്കെ ഗ്രഹിക്കാനുള്ള ശേഷിയൊന്നുമില്ല, ബാലകബുദ്ധിയല്ലേ. അല്ലെങ്കിൽ 5-6 വയസ്സുള്ള ബാലകൻ, യുവാവ്, 6-7 വയസ്സുള്ള യുവാവ് തണുപ്പ് വന്നപ്പോൾ ശരീരം ചൂടാക്കാൻ കാട്ടിലേക്ക് പോയത്. എന്തൊക്കെ അർത്ഥങ്ങളുണ്ടത്. ഇതാണ് ശരിക്കും ഏകലവ്യൻ്റെ കഥ. അതായത് അധർമ്മത്തിൻ്റെ ഭാഗത്ത് നിന്നൊരാൾ, അയാളെയാണ് ഈ അധർമ്മം പറയുമ്പോൾ കൂട്ടായിട്ട് സ്വീകരിക്കുന്നത്. അതായത് ഈ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്ന പാർലമെന്റിൽ മനുസ്മൃതിക്കെതിരെയും സവർക്കർക്കെതിരെയൊക്കെ പറഞ്ഞില്ലേ, മനുസ്മൃതിയിൽ നിന്നുള്ളൊരു വാചകം പാർലമെന്റിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഈ സഭകളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ സത്യമേ പറയാവൂ എന്നുള്ള മനുസ്മൃതിയിൽ നിന്നുള്ള വാചകം അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. പുതിയ പാർലമെന്റ് ഉണ്ടാക്കിയപ്പോഴല്ല, പണ്ടും ഉണ്ടായിരുന്നു. അതൊക്കെ പാവം രാഹുലിന് ഇതൊക്കെ അറിയാമെന്ന് കരുതുന്ന നമ്മളല്ലേ വിഡ്ഢികൾ. ഏതായാലും രാഹുൽ ഗാന്ധി പറഞ്ഞ ഏകലവ്യൻ ഭാവനയിലാണ്.
പുരാണത്തിലെ ഏകലവ്യൻ ഇതൊന്നുമല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും ഇന്നത്തെ കഥയമ്മ ഒരു പൊളിറ്റിക്കൽ കോണ്ടൻറ്റുമായി കണക്ട് ചെയ്ത് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് സന്തോഷകരമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.